ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റുന്നതും നമുക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതുമായ അടിപൊളി ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അതെങ്ങനെയാണെന്ന് കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പം ഇത്രയും പഴങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ആദ്യം തയ്യാറാക്കേണ്ടത് ഇതിനുള്ള കസ്റ്റാർഡാണ്. അത് നമുക്ക് തയ്യാറാക്കാം. ഞാൻ 1/2 ലിറ്റർ പാലിലുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ ഒരു അരത്തിരി പാല് ഞാൻ എടുത്തങ്ങ് മാറ്റി വേണം. അതായത് കസ്റ്റാർഡ് പൗഡർ കലക്കാൻ വേണ്ടിയാണ് ഈ പാലെടുത്ത് മാറ്റുന്നത്. ബാക്കി പാല് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇത്രയും പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് കലക്കിയെടുക്കും. ആദ്യമേ ഈ പാല് തിളപ്പിച്ചെടുക്കണം. ചൂടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചത് തിളപ്പിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ്. പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും എല്ലാം കൊണ്ടും നല്ല ഉത്തമമാണ്. പാൽ ഇതേപോലെ ഇളക്കി ഇളക്കി തിളപ്പിച്ചെടുക്കണം. പാല് തിളയ്ക്കാറായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അഞ്ച് മുതൽ 7 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തുടർന്ന് ഇളക്കി തിളപ്പിക്കണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനിയും ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കും. അധികം വേണ്ട, ഇത് കട്ട കൂടിപ്പോവും. കൂടുതൽ പൊടിയിട്ട് കൊടുത്താൽ പാല് നമ്മൾ കസ്റ്റാർഡ് തയ്യാറാക്കി വരുമ്പം ശരിയാകാതെ വരും. ഇത്രയും മതി. ഇത് നന്നായിട്ട് ഈ പാലിലേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇതേപോലെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. അധികം കട്ടയൊന്നുമില്ല, പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുണ്ടോ, ഇതേപോലെ മിക്സ് ആയിക്കോളും. വാനിലയുടെ ഫ്ലേവറുള്ള നമുക്ക് പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചതിൽ വാനിലയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതാണ് ചേർത്തിരിക്കുന്നത്. പല ഫ്ലേവർ കിട്ടും, ഏറ്റവും നല്ല വാനിലയാണ്. നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത ഈ പൗഡർ കുറേശ്ശെയായിട്ട് ഈ തിളച്ച് ഇരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാനിതങ്ങ് മൊത്തം ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് നേരത്തെ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കണക്കിന് പാകമായി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഇത് കുറുകി വരും. 2 മിനിറ്റും കൊണ്ടൊക്കെ ഇത് റെഡിയാകും. ഇതിനി വാങ്ങി വെക്കേണ്ട സമയമായി വരുവാണ്. ഇത് തണുക്കുമ്പം വീണ്ടും കുറുകും. ഇതേപോലെ വരും. ഒരു അല്പനേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത്രയായാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ ആയിരിക്കണം. ഇതിന് മതി. ഇനി വാങ്ങി തണുക്കുമ്പോഴത്തേക്ക് ഇത് കണക്കിന് പാകമായിക്കോളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ആക്കുവാണ്. വാങ്ങി വെക്കാം. ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനി തണുത്ത് വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. കസ്റ്റാർഡ് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ തണുക്കാനായിട്ട് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്തിനാണെന്നോ, ഇതിന് മണ്ടയ്ക്ക് ഇങ്ങനെ പാട പോലെ വരും ഇളക്കിയില്ലെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി വേണം ഇത് തണുപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്ന പണി മാത്രമേ ഇതിൻ്റെ അകത്ത് ഉള്ളൂ. പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിലെ പാല് തണുത്ത് എടുക്കരുത്, ഉപയോഗിക്കരുത്. അത് ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലെ പാല് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കറക്റ്റായി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാദാ പഴം മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ചേർക്കുന്നത് മസ്ക് മെലനാണ്. അത് നല്ലതാണ് ചേർക്കാനായിട്ട്. ഇഷ്ടമുള്ള പഴങ്ങൾ ചേർത്ത് കൊടുക്കാം. മാമ്പഴം നന്നായിട്ട് പഴുത്തത്, ഇതേക്കൂടി നല്ല പഴുത്ത പഴം, നല്ല മധുരമുള്ളത് മാമ്പഴം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേപ്സ് ആണ്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പൊമീഗ്രാനൈറ്റ്, മാതളനാരവും അതെടുത്ത് വെച്ചിട്ടുണ്ട്. മാതളനാരങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറൊക്കെ കിട്ടും, നല്ലതാണ്. ഇതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. തണുത്തിട്ട് സെർവ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി ഇതിനി ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ മാറ്റുവാണ്. ഇതിപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇരുന്നു. ഇതിന് സെർവിംഗ് ബൗളിലേക്ക് പകരാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. അതിനുശേഷം കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്